പറയാൻ പോകുന്ന കഥ കോകില എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയാണ്. കൃഷ്ണനെ പേടിച്ചുകൊണ്ട് നടന്ന ഒരു കുട്ടിയുടെ കഥ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു. കാരണം അമ്മ പറഞ്ഞ ആ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഭയം. കൃഷ്ണൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി, അന്നൊക്കെ നമുക്ക് ബാല വിവാഹം എന്ന് പറയുന്നത് പോലെ അന്നൊക്കെ ചെറിയ കുട്ടികൾക്കാണ് വിവാഹം. അപ്പോൾ ഈ ഗോകുലൻ എന്ന് പറഞ്ഞ കുട്ടി കൃഷ്ണൻ്റെ ഒരു സുഹൃത്തും, അദ്ദേഹം ആ കുട്ടി വിവാഹം കഴിക്കുകയാണ് കോകില എന്നൊരു കുട്ടീനെ. കോകില നല്ലൊരു കുട്ടി, ശിവഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു പോരണ നേരത്ത് അമ്മ ഒരു കാര്യം പറഞ്ഞു, ചെവിയിലാണ് പറഞ്ഞത്. അവിടെ കള്ളകൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, അവൻ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകും, കക്കാൻ വരും, സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. കാലത്ത് നേരത്തെ പോയിട്ട് കുളിക്കുക, വെള്ളം എടുത്ത് കൊണ്ടുവരിക, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, എന്നിട്ട് വാതിലടച്ചിരിക്കണമെന്ന് പറഞ്ഞ് കുട്ടിയെ പേടിപ്പിച്ചു. കല്യാണം ഏതാണ്ട് വീട്ടിലെത്താറായപ്പോൾ ഈ കുട്ടി ഗോകുലിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളുണ്ടോ? എൻ്റെ സുഹൃത്താണ് അവൻ, ഞങ്ങൾ ഗോക്കളെ മേയ്ക്കാൻ പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്, വീട്ടിൽ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ആകെ ഭയമായി. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവും? അമ്മ പറഞ്ഞേക്കണം അങ്ങനെയാണല്ലോ, അയാൾ ആ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ദുഷ്ടനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടി വീട്ടിൽ വന്നു. അമ്മ പറഞ്ഞ പോലെ പുലർച്ചയ്ക്ക് കുളിക്കുക, വെള്ളം കൊണ്ടുവരിക, വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വീടടച്ച് പൂട്ടി കുത്തിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറയും, ഗോവർദ്ധന പർവ്വതം പൂജിക്കുന്നതിന് പകരം ഇന്ദ്രനാണ് അവർ പൂജിക്കാറ്. അപ്പോൾ അതിന് പകരം ശ്രീകൃഷ്ണനായി എന്നെ പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രന് ഭയങ്കര ദേഷ്യം. ഇന്ദ്രൻ എന്ത് ചെയ്തു? മഴ പെയ്ത് അത് കൊള്ളാക്കള പരിപാടി നോക്കി. അങ്ങനെ ആൾക്കാരെല്ലാം പലഹാരങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ കോകിലയും കുറേ പലഹാരമൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവയ്ക്കുകയും, കോകില പക്ഷേ കൃഷ്ണനെ കണ്ടില്ല. അപ്പോഴേക്കും മഴ വന്നു. കൃഷ്ണൻ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതം ഉയർത്തി അതിലാൾക്കാരെയൊക്കെ നിർത്തി. എന്നിട്ടും കൃഷ്ണനെ കാണാനുള്ള യോഗം കോകിലയ്ക്ക് ഉണ്ടായില്ല. അമ്മ പറഞ്ഞ ഭയം. അവിടെ ഇരുന്ന് എല്ലാവരും നാമം ജപിക്കാൻ തുടങ്ങി. കോകിലയും നാമം ജപിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മഴ നിൽക്കുകയും കോകില കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹത്താൽ, ദൈവമേ ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയല്ലോ എന്നുള്ള തോന്നലിൽ കോകില എന്ത് ചെയ്തു? കാണാനായിട്ട് കാത്തു നിന്നു. ഒടുവിൽ കൃഷ്ണൻ്റെ കാല് കണ്ടപ്പോൾ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് കരഞ്ഞപ്പോൾ കൃഷ്ണൻ ഇത്രയും ഭക്തിയുള്ളൊരു കുട്ടീനെ മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. കൃഷ്ണനിലേക്ക് ലയിപ്പിച്ചു ആ കുട്ടീനെ. പിന്നെ പുറത്ത് ആരും കണ്ടില്ല, ആർക്കും കോകിലേനെ പറ്റിയിട്ട് കാണാനും പറ്റിയില്ല. എല്ലാവരും പറഞ്ഞു കൃഷ്ണൻ ലയിച്ചു, കൃഷ്ണൻ ലയിച്ചു എന്ന് പറഞ്ഞു. ആ സ്ഥലം ഇപ്പോഴും ഇവിടെയുണ്ട്, വൃന്ദാവനത്തിലുണ്ട്. ഗോവർദ്ധന പർവ്വതമുണ്ട്, കൃഷ്ണൻ ജനിച്ച സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. നിങ്ങൾ എല്ലാവരും എൻ്റെ കഥ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. കഥ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യാം.